പ്രിയമുള്ളവരേവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിഗ്രി അഡ്മിഷൻ 2024 ഈ വർഷത്തെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക കാര്യങ്ങളും വിശദീകരിക്കപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. സ്കൂൾ കോളേജ് തലങ്ങളിൽ അധ്യാപകരാവാനും വിവിധ സർക്കാർ ഓഫീസുകളിൽ ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരും അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന ഒന്നാണ് ഡിഗ്രി അല്ലെങ്കിൽ UG അഡ്മിഷൻ. ഈ വർഷം മുതൽ 4 വർഷ ഡിഗ്രി കോഴ്സുകളായിരിക്കും ഉണ്ടാവുക. 4 വർഷം തന്നെ നിങ്ങൾ പഠിക്കണമെന്ന് നിർബന്ധമില്ല. 3 വർഷം പഠിച്ചാൽ നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് UG സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. ഉയർന്നു പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് 4ാം വർഷം പഠിക്കാം. ഈ 4 വർഷ ഡിഗ്രിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസുകൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ഇതിനകം തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. മുൻ വർഷങ്ങളെ പോലെ UG അഡ്മിഷനുമായി ബന്ധപ്പെട്ട വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളും അപ്ഡേഷനും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കേരളത്തിൽ BA, BSc, BCom, BCA, BVoc, BBA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾ നൽകുന്ന 4 യൂണിവേഴ്സിറ്റികളും കൂടാതെ 20-ലധികം ഓട്ടോണമസ് കോളേജുകളുമാണുള്ളത്. ഒന്ന് തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റി, രണ്ടാമതായി കോട്ടയം ആസ്ഥാനമായിട്ടുള്ള മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അഥവാ MG യൂണിവേഴ്സിറ്റി, 3 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ 4ാമത്തത് കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്നിവയാണ് 4 യൂണിവേഴ്സിറ്റികൾ. ഓരോ യൂണിവേഴ്സിറ്റിയുടെ കീഴിലും നിരവധി കോളേജുകളിൽ വിവിധ കോഴ്സുകൾ ഉണ്ടാകുന്നതാണ്. ഈ യൂണിവേഴ്സിറ്റികൾക്ക് പുറമേയുള്ള ഓട്ടോണമസ് കോളേജുകളിൽ ആ കോളേജുകളിൽ നടത്തുന്ന കോഴ്സുകൾ മാത്രമാണ് ഉണ്ടാവുക. ഏതൊക്കെയാണ് ഓട്ടോണമസ് കോളേജുകൾ എന്നുള്ളത് താഴെ ടെക്സ്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. ഓരോ യൂണിവേഴ്സിറ്റിയിലേക്കും ഓരോ ഓട്ടോണമസ് കോളേജിലേക്കും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ അവരുടെ വെബ്സൈറ്റ് വഴിയാണ് നൽകേണ്ടത്. ഓരോ യൂണിവേഴ്സിറ്റിയുടെയും വിവിധ ഓട്ടോണമസ് കോളേജുകളുടെയും പേരും വെബ്സൈറ്റ് ലിങ്കും താഴെ നൽകുന്നതാണ്. ഒരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ 4 യൂണിവേഴ്സിറ്റിയിലേക്കും എല്ലാ ഓട്ടോണമസ് കോളേജിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. എവിടെയെങ്കിലും അഡ്മിഷൻ എടുത്ത ശേഷം മറ്റൊന്നിൽ അലോട്ട്മെന്റ് വന്നാൽ TC വാങ്ങി അവിടേക്ക് മാറി ജോയിൻ ചെയ്യാനും സാധിക്കുന്നതാണ്. പക്ഷേ കോളേജിൽ അഡ്മിഷന് വേണ്ടി നൽകിയ ചെറിയ തുക നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടാകുന്നതാണ്. ഓട്ടോണമസ് സ്ഥാപനങ്ങളാണ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കോളേജുകൾ എന്ന് പറയാം. പല കാര്യങ്ങളിലും സ്വയം ഭരണ അവകാശം അവർക്കുണ്ട്. അഡ്മിഷൻ നടത്തുന്നതും എക്സാം നടത്തുന്നതും റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതും എല്ലാം കോളേജുകൾ തന്നെയാണ് എന്ന് കരുതി കൂടുതൽ ഫീസ് ഒന്നും ഉണ്ടാകില്ല. ഗവൺമെന്റ് കോളേജിൽ എത്രയാണോ ഡിഗ്രിക്ക് ഫീസ് ഉള്ളത് അത് തന്നെയാണ് ഓട്ടോണമസ് കോളേജുകളിലും വരിക. നിങ്ങളുടെ +2 റിസൾട്ട് വന്നതിന് ശേഷമാണ് സാധാരണ ആപ്ലിക്കേഷൻ ക്ഷണിക്കുക. മെയ് 9-ന് +2 റിസൾട്ട് വരും. റിസൾട്ട് വന്നാൽ ഒരാഴ്ചക്കകം ആപ്ലിക്കേഷൻ ക്ഷണിച്ച് ജൂൺ 10-നകം ആപ്ലിക്കേഷൻ അവസാനിപ്പിക്കണമെന്ന് എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും ഓട്ടോണമസ് കോളേജുകൾക്കും സർക്കാർ നിലവിൽ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെയ് 15-നകം ഒക്കെ ആപ്ലിക്കേഷൻ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ആപ്ലിക്കേഷൻ ആരംഭിച്ചാൽ ചാനൽ വഴി അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓരോ യൂണിവേഴ്സിറ്റിയിലും ഓട്ടോണമസ് കോളേജുകളിലും ആപ്ലിക്കേഷൻ നൽകാൻ 300 രൂപ മുതൽ 500 രൂപയ്ക്കിടയിൽ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടാകാറുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള ഇടങ്ങളിലൊക്കെ സെപ്പറേറ്റ് ഫീസ് നൽകി ആപ്ലിക്കേഷൻ നൽകേണ്ടതാണ്. എല്ലാ യൂണിവേഴ്സിറ്റിയുടെ കീഴിലും ഗവൺമെന്റ് കോളേജുകളും എയ്ഡഡ് കോളേജുകളും അതുപോലെ തന്നെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജുകളും ഉണ്ടാകുന്നതാണ്. ഗവൺമെന്റ് കോളേജിലും എയ്ഡഡ് കോളേജിലും ഒരേ ഫീസ് തന്നെയാണ് ഉണ്ടാവുക. 4 യൂണിവേഴ്സിറ്റികളിലും ഫീസിന്റെ ഘടനയിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഒരു വർഷത്തേക്ക് 3500 രൂപ മുതൽ 6000 രൂപ വരെയാണ് പൊതുവെ ഗവൺമെന്റ് കോളേജിലും എയ്ഡഡ് കോളേജിലും ഫീസ് വരുന്നത്. അതുപോലെ തന്നെ ഇതേ ഫീസ് തന്നെയാണ് ഓട്ടോണമസ് കോളേജുകളിലും വരിക. ഫീസ് കൂടുതലൊന്നും ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. അതേസമയം പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ 10000 രൂപ മുതൽ 25000 രൂപ വരെ വ്യത്യസ്ത കോഴ്സുകൾക്ക് ഓരോ 6 മാസവും നിങ്ങൾ സെമസ്റ്റർ ഫീസ് നൽകേണ്ടി വരുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, പല എയ്ഡഡ് കോളേജുകളിലും ചില ഗവൺമെന്റ് കോളേജുകളിലും അതുപോലെ തന്നെ ചില ഓട്ടോണമസ് കോളേജുകളിലും കൂടുതൽ ഫീസ് നൽകി പഠിക്കേണ്ട സെൽഫ് ഫിനാൻസ് കോഴ്സുകൾ നടത്തുന്നുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലെ അത്തരം സെൽഫ് ഫിനാൻസ് കോഴ്സുകളിൽ അഡ്മിഷൻ ലഭിച്ചാൽ നിങ്ങൾ കൂടിയ ഫീസ് ഓരോ 6 മാസവും നൽകേണ്ടി വരുന്നതാണ്. ഓപ്ഷൻ നൽകുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെന്റ് എയ്ഡഡ് കോളേജ് ആണ് എന്ന് കരുതി വെറുതെ അങ്ങ് ഓപ്ഷൻ നൽകരുത്. സെൽഫ് ഫിനാൻസ് കോഴ്സ് ആണോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം ഓപ്ഷൻ നൽകുക. ഇനി അഡ്മിഷൻ ലഭിക്കാൻ എത്ര +2 സ്കോർ വേണം എന്നുള്ള കാര്യം നോക്കാം. +1 +2 ടോട്ടൽ സ്കോർ ആണ് നോക്കുക. 1200-ൽ നിങ്ങൾക്ക് എത്ര ലഭിച്ചു എന്നതാണ് പരിഗണിക്കുക. കൂടാതെ നിങ്ങൾ അപ്ലൈ ചെയ്ത ഡിഗ്രി കോഴ്സിലെ മെയിൻ സബ്ജക്റ്റിനും അതുപോലെ തന്നെ സബ്സിഡറി സബ്ജക്റ്റിനും വെയിറ്റേജ് ഉണ്ടാവുന്നതാണ്. ഉദാഹരണമായി BSc ഫിസിക്സിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ ഫിസിക്സിനും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ പഠിക്കാൻ സാധ്യതയുള്ള കെമിസ്ട്രിക്കും മാത്തമാറ്റിക്സിനും കൂടുതൽ വെയിറ്റേജ് ഉണ്ടാവുന്നതാണ്. ഓരോ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ ഓരോ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിലും അഡ്മിഷൻ ലഭിക്കാൻ വേണ്ട സ്കോർ വ്യത്യസ്തമായിരിക്കും എന്ന കാര്യത്തിൽ പറയേണ്ടതില്ല.
പൊതുവെ എല്ലാ വർഷവും ഫീസ് അധികം വരുന്നത് കൊണ്ട് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ നിരവധി സീറ്റുകൾ വേക്കൻസി ആയിട്ട് കിടക്കാറുണ്ട്. അതേസമയം ഗവൺമെന്റ് കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും കാര്യങ്ങൾ അങ്ങനെയല്ല. അതിൽ തന്നെ ഏറ്റവും ഡിമാൻഡ് ഉള്ളത് നേരത്തെ പറഞ്ഞ ഓട്ടോണമസ് കോളേജുകളിലെ സീറ്റുകൾക്കാണ് എന്ന കാര്യം ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. പിന്നെ പൊതുവെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലുമാണ് ഏറ്റവും കൂടുതൽ സീറ്റിന് ഡിമാൻഡ് ഉള്ളത്. കാരണം അവിടെ സീറ്റുകൾ കുറവാണ്, കോളേജുകളും സീറ്റുകളും കുറവാണ്. കേരള അതുപോലെ MG യൂണിവേഴ്സിറ്റിയിൽ പൊതുവെ സ്കോർ കുറഞ്ഞവർക്കും സീറ്റ് ലഭിക്കാറുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. കഴിഞ്ഞ വർഷം +2 പൊതുവെ നല്ല റിസൾട്ടായിരുന്നു. അതുകൊണ്ട് ഏകദേശം 85-90% മാർക്കുള്ളവർക്കാണ് അവസാന ഘട്ടങ്ങൾ അലോട്ട്മെന്റുകളിൽ ഗവൺമെന്റ് കോളേജിലും അതുപോലെ എയ്ഡഡ് കോളേജുകളിൽ ലഭിച്ചിരുന്നത്. അതേസമയം കമ്മ്യൂണിറ്റി റിസർവേഷനും ഉള്ള വിഭാഗക്കാർക്കും 10 മുതൽ 15 വരെ ബോണസ് പോയിന്റിന് അർഹതയുള്ള ഹയർ സെക്കൻഡറി തലത്തിൽ NSS, NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങിയവയിൽ അംഗമായിരുന്നവർക്കും ഇതിനേക്കാൾ താഴ്ന്ന സ്കോറിൽ അഡ്മിഷൻ ലഭിച്ചിരുന്നു. ഇത് ഈ വർഷം പിന്നെയും താഴോട്ട് വരാനാണ് സാധ്യത. കാരണം കഴിഞ്ഞ വർഷത്തെ അത്ര +2 സ്കോർ റിസൾട്ടിൽ വലിയൊരു റിസൾട്ട് ഈ വർഷം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് പൊതുവെ കണക്കാക്കുന്നത്. എല്ലാ വർഷവും പ്രധാനമായും 3 അലോട്ട്മെന്റുകളും അതിനുശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റുകളും അവസാനം സ്പോട്ട് അഡ്മിഷനും ഒക്കെ ഓരോ യൂണിവേഴ്സിറ്റിയിലും ഓട്ടോണമസ് കോളേജുകളിലും ഒക്കെ ഉണ്ടാകാറുണ്ട്. സ്കോർ കുറഞ്ഞവർ ആണ് എങ്കിൽ അഡ്മിഷൻ പ്രോസസ്സിന്റെ അവസാന ഘട്ടം വരെ വെബ്സൈറ്റിൽ പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെന്റ് കോളേജിന്റെ അതേ ഫീസ് വരുന്ന എയ്ഡഡ് മാനേജ്മെന്റ് കോളേജുകൾ ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞു. അവിടെയുള്ള ആകെ സീറ്റിന്റെ 20% മാനേജ്മെന്റ് കോട്ട സീറ്റുകളാണ്. അതിലേക്ക് അഡ്മിഷൻ ലഭിക്കാൻ സിംഗിൾ വിൻഡോ ആപ്ലിക്കേഷൻ നിങ്ങൾ നൽകിയ ശേഷം ആ കോളേജുമായി നേരിട്ട് ബന്ധപ്പെടുകയാണ് വേണ്ടത്. ഇതുകൂടാതെ എയ്ഡഡ് കോളേജുകളിൽ 20% കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളും ഉണ്ടാകും. അതായത് ഒരു എയ്ഡഡ് കോളേജ് ഏത് വിഭാഗത്തിൽപ്പെട്ട കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ് നടത്തുന്നത്, അതേ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ആ 20% കമ്മ്യൂണിറ്റി സീറ്റിലേക്ക് അഡ്മിഷൻ ലഭിക്കുക. ഏകജാലകം വഴി അപ്ലൈ ചെയ്ത് കമ്മ്യൂണിറ്റി സീറ്റിലേക്ക് ഓപ്ഷൻ നൽകുന്നവരെയാണ് അതിലേക്ക് അഡ്മിഷൻ ലഭിക്കുക. ഈ കാര്യത്തിൽ ഓരോ യൂണിവേഴ്സിറ്റിയിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട്. പിന്നെ എല്ലാ ഗവൺമെന്റ് കോളേജിലും എയ്ഡഡ് കോളേജിലും ഓരോ കോഴ്സിലും 1-2 സ്പോർട്സ് കോട്ട സീറ്റുകൾ ഉണ്ടാവും. ഏതെല്ലാം സ്പോർട്സ് വിജയങ്ങൾക്കാണ് അതിന് അർഹതയുള്ളത് എന്നുള്ള കാര്യം യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. കൂടാതെ അഡ്മിഷൻ ലഭിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റിയിലും എങ്ങനെയാണ് ഉള്ളത് എന്നും കൃത്യമായി നൽകുന്നതാണ്. അതിനനുസരിച്ചാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകേണ്ടത്. ഓരോ യൂണിവേഴ്സിറ്റിയിലും ഈ ഒരു പ്രോസസ്സിൽ വ്യത്യാസമുണ്ടാകുന്നതാണ്. ഡിഗ്രി അഡ്മിഷൻ ഏകദേശം +2 ആപ്ലിക്കേഷന്റെ സ്റ്റൈലിലാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷനുകൾ നൽകാൻ അവസരം ഉണ്ടാകുന്നതല്ല. ഓപ്ഷന്റെ എണ്ണം ഓരോ യൂണിവേഴ്സിറ്റിയിലും ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ 20 എണ്ണമാണ് അനുവദിക്കാറുള്ളത്. കൃത്യമായ വിവരങ്ങൾ ഓരോ വർഷവും പ്രസിദ്ധീകരിക്കപ്പെടുന്ന പ്രോസ്പെക്ടസിലാണ് ഉണ്ടാവുക. അപ്ഡേഷൻ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരോടും പ്രധാനമായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം, നൽകാവുന്ന ഓപ്ഷന്റെ എണ്ണത്തിൽ പരിധി ഉള്ളതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ഏത് കോഴ്സിനാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം ആദ്യമേ തീരുമാനമെടുക്കണം. എന്നിട്ട് ആ കോഴ്സുള്ള ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകൾ ഏതൊക്കെയെന്നും കൂടുതൽ ഫീസ് നൽകി പഠിക്കാൻ സാധിക്കുമെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജുകൾ ഏതൊക്കെയെന്നും കണ്ടെത്തി ഒരു പ്രയോറിറ്റി ലിസ്റ്റ് അഥവാ ഒരു ഓപ്ഷൻ ലിസ്റ്റ് ഇപ്പോൾ തന്നെ ഓർഡറിൽ നിങ്ങൾ തയ്യാറാക്കി വെക്കണം. എന്നിട്ട് കൃത്യമായിട്ട് ഒരു ധാരണ കൂടി മാത്രമേ നിങ്ങൾ ഓപ്ഷൻ നൽകാവൂ. കൃത്യമായിട്ടുള്ള ധാരണയില്ലാതെ ഓപ്ഷൻ നൽകി കോളേജിൽ എത്തുമ്പോഴായിരിക്കും പലരും അറിയുക അത് സെൽഫ് ഫിനാൻസ് കോളേജ് ആണ് എന്നും ഓരോ 6 മാസവും കൂടുമ്പോഴും വലിയ ഫീസ് നൽകണം എന്നുള്ള കാര്യം. ഇതൊക്കെ അറിയാനും മനസ്സിലാക്കാനും ഓരോ വെബ്സൈറ്റിലും സൗകര്യമുണ്ട്. ലിങ്കുകൾ താഴെ നൽകുന്നതാണ്. ഇതിനെല്ലാം പരമാവധി സപ്പോർട്ടും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ വഴി അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സുകൾ ഏതൊക്കെയാണ്, മാനേജ്മെന്റ് കോട്ടയിലും കമ്മ്യൂണിറ്റി കോട്ടയിലും അഡ്മിഷൻ ലഭിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതെല്ലാം വിശദീകരിക്കുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകരിച്ചിട്ടുണ്ട് എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.